വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഞാനിന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വന്നാൽ 10 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് 1/2 കിലോ വരുന്ന വെണ്ടയ്ക്ക കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമ്മളിതൊരു 4 മിനിറ്റോളം നമ്മളിത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്നെസ്സൊക്കെ പോവുകയും മാത്രമല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് നഷ്ടപ്പെടാതെ വരികയും ചെയ്യും കേട്ടോ. അപ്പം അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു സവാള സ്ലൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് നേരം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു വെണ്ടക്ക. സാധാരണ തയ്യാറാക്കുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടാണ് ഈ ഒരു റെസിപ്പി ഉള്ളത്. അങ്ങനെ ഒരു 3-4 മിനിറ്റ് നേരം നമ്മളിതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മസാലയുടെ ഒരു പച്ചമണമൊക്കെ ഉണ്ടാവില്ലേ, അതൊന്ന് മാറി വരുന്നവരെ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നേരത്തെ മുളകും പൊടി നമ്മൾ ചേർത്ത് കൊടുത്തെങ്കിലും കാശ്മീരി ചില്ലി പൗഡർ ആയ കാരണം അധികം എരിവുണ്ടാവില്ല. അതുകൊണ്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് 2 എണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുന്നത്. നാളികേരം ഞാൻ 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നാളികേരവും ഈ മസാലയും എല്ലാം കൂടെ ഈ വെണ്ടയ്ക്കയുടെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കുക. അത് മാത്രമല്ല എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ബൈ, താങ്ക് യു.